ഈ നാടകത്തിന് നിങ്ങൾ കൂട്ടു നിൽക്കുമായിരുന്നല്ലേ? ഋതികെ, ഇതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. എന്നെ കൺവിൻസ് ചെയ്യാൻ കാണിച്ച മിടുക്ക് ഇവരെ കൺവിൻസ് ചെയ്യാനും ഹൃദയക്ക് കാണുമല്ലോ. ഒരു കാര്യം, ഇവിടെ നിന്ന് അധിക നേരം ബഹളം ഉണ്ടാക്കരുത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം തീർക്കണം. ഋതിക വർമ്മ സാറിന്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഞാനിത് അനുവദിച്ചത്. ഋതിക മേഡം, എന്താ ഇതൊക്കെ? രാജു, അമ്മേ, ഇവളെ വെറുതെ വിടരുത്. നമ്മൾ തീരുമാനിച്ച വിവാഹം ഇവളെ മുടക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോ ഇവൾ ഇത്രയ്ക്ക് മുതിരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഋതികെ, ഈ വിവാഹം ഞാൻ അംഗീകരിക്കില്ല. വർമ്മ സാറേ, നിങ്ങൾ മന്ത്രിയാണ്, ഈ നാട്ടിലെ പ്രമുഖനാണെന്ന് വെച്ചേ നിങ്ങളുടെ മകൾക്ക് ഈ നാട്ടിലെ ആളുകളുടെ ജീവിതത്തിൽ ഇടപെടാൻ അവകാശമുണ്ടോ? പ്രേമിക്കുന്നവരുടെ വിവാഹം നടത്താൻ ഇവൾ ആരാ? നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ആളാ ഞാൻ. ഇവൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വക്കാലത്ത് പിടിക്കാൻ ഞാൻ നിൽക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പറഞ്ഞത് കേട്ടില്ലേ? പോലീസിനെ വിളിക്കണമേ. അമ്മ പോലീസിനെ വിളിച്ചോ. ആര് വന്നാലും എന്നെയും ശ്രീലക്ഷ്മിയും തമ്മിൽ അകറ്റാൻ നിങ്ങൾക്ക് ഇനി കഴിയില്ല. ശ്രീലക്ഷ്മി എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. വർമ്മ സാറേ, ഞാനും ശ്രീയും പ്രായപൂർത്തിയായവരാ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരോ. എന്റെ ഇഷ്ടപ്രകാരം ഞാനാ ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. വർമ്മ സാർ പറയും, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ അവകാശമില്ലേ? എങ്ങനെയാടാ നീ വളർന്ന് വലിയ ആളായത്? നിന്റെ തടിയും മിടുക്കും എന്റെ കഷ്ടപ്പാടിന്റെയും ഞാൻ ചെലവാക്കിയ പണത്തിന്റെ ഫലം. 75 ലക്ഷം രൂപയും 100 പവനുമാ ഇവളുടെ കഴുത്തിൽ നീ താലി കെട്ടിയപ്പോ എനിക്ക് നഷ്ടമായത്. രുക്മിണിക്ക് എല്ലാം കച്ചവടമാ. നഷ്ടമുള്ള കച്ചവടം രുക്മിണിക്ക് വേണ്ട. ഇവളുടെ കഴുത്തിൽ നീ താലി കെട്ടിയതല്ലേ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം.